മറ്റേ അഹങ്കാരം കയറിയിരിക്കാണല്ലോ. രാവിലെ ഷാറുഖ് ഖാൻ, റഹ്മാൻ സാർ അല്ല രാവിലെ ഷാറുഖ് ഖാൻ, ഉച്ചയ്ക്ക് ഇനിയിപ്പോ ആരാ അമിതാഭ് ബച്ചനോ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. അമ്മേന്റെ അടുത്ത് പറഞ്ഞു അമിതാഭ് ബച്ചൻ. ഓ മൈ ഗോഡ്. ഇവിടെ സംഭവിച്ചേ, ഞാൻ ഷാറുഖ് ഖാനെ എടുത്ത് പൊന്തിച്ചു. റഹ്മാൻ സാറിനെ വിട്ടിട്ടുള്ള കളിയില്ല. ഉറക്കത്തിന്ന് വിളിച്ച് എടാ എഴുന്നേക്ക് നിന്നിപ്പോ ലാലേട്ടൻ വിളിക്കും. അപ്പൊ എനിക്ക് ഒന്നാമത് ഉറക്കത്തിന്ന് വിളിച്ച് എഴുന്നേപ്പിക്കുന്ന ദേഷ്യമുണ്ട്. ഏത് ലാലേട്ടൻ, ഏത് ലാല്. അപ്പൊ എടാ മോഹൻലാൽ, ദേ ഹർ സാസ് ഭീ ഖാലി ബിൻ തെരേ ബിൻ തെരേ ബിൻ തെരേ कोई ख्वाहिश है हवाओं में बिन तेरे. ഈ കമ്പോസിംഗിലേക്ക് ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാ വന്നത്? ഒരു കുറച്ച് നാളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റഹ്മാൻ സാർ റോൾ മോഡൽ. അതെ, ഇപ്പൊ കമ്പോസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്സിഡന്റലി ഏതോ ഒരു മൊമെന്റിൽ ഈ പറയുന്ന പോലെ ഒരു വർക്കിന് ഇങ്ങനെ ഒരു സാധനം ചെയ്യേണ്ടി വന്നു. ചെയ്തപ്പോ വലിയ കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. പിന്നെ അതിങ്ങനെ അതൊരു സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും ഞാൻ കമ്പോസ് ചെയ്ത വർക്ക്സ് ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല. കമേഴ്ഷ്യൽ വർക്ക്സ് എല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. പ്രോസസ് ഗോയിങ് ഓൺ. ഞാനപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ എങ്ങനെ ലിറിക്സ് ട്യൂണ് നോക്കി ആദ്യത്തെ വർക്കിനെ ഞാൻ തന്നെ എഴുതിയത്. അതും കംപ്ലീറ്റ് ആക്സിഡന്റ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് ചെയ്തൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ കമ്പോസ് ചെയ്യാൻ ആളില്ലായിരുന്നു. അപ്പോൾ അവര് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല ഈ പണി. അപ്പൊ പറഞ്ഞു അല്ലടാ നിനക്ക് ഈ ഒരു സ്റ്റോറി അറിയാമല്ലോ, ഇതിനനുസരിച്ച് എങ്ങനത്തെ ഒരു പാട്ടായിരിക്കും. അപ്പൊ ഞാനൊരു 4 ലൈൻസ് ഇങ്ങനെ പാടിയപ്പോ ഇങ്ങനെ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ട്യൂൺ ഞാനിങ്ങനെ പാടി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ രസമായിരിക്കും. ഇതേതാ പാട്ട്? ഇങ്ങനെ പാട്ടൊന്നുമില്ല, ഞാൻ വെറുതെ പാടിയതല്ലേ. ആഹാ കൊള്ളാലോ, ഇത് ഇനി ഒന്ന് അടുത്ത 4 ലൈൻ ഒന്ന് നോക്കി. അത് ഇങ്ങനെ ഒരു ട്യൂൺ പാടി. അപ്പൊ ആഹാ ഇതേതാ പാട്ട്? ഇങ്ങനെ പാട്ടില്ലത് ഞാൻ ഇപ്പൊ വെറുതെ മൂളിയതല്ലേ. എനിക്കിപ്പൊ കിട്ടിയതാണ്. ഇപ്പൊ അതായത് അറിയില്ലല്ലോ, പരിപാടി അറിയില്ല. അപ്പൊ ഇപ്പൊ കിട്ടിയതാ. ഇതാണ് കമ്പോസിങ്. നീ ഇപ്പൊ ചെയ്തില്ലേ, ഇതിന്റെ പേരാണ്. ഏതോ ഒരു ഫിലിമിലുണ്ട് മറ്റേ എഡിറ്റിംഗ് ചെയ്യാൻ പറയരുത്. അപ്പൊ പുള്ളി ഇതൊക്കെ ചെയ്ത നീ ഇപ്പൊ ചെയ്തില്ലേ, അതിന്റെ പേരാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന പോലെ അതായിരുന്നു കമ്പോസിങ്. ഓക്കെ, അപ്പൊ അതിന് അടുത്തത് ഇനി അത് കഴിഞ്ഞ പിന്നെ അടുത്ത ദുരാഗ്രഹം കൂടി. അപ്പൊ ഇനി ഇതിന് ലിറിക്സ് എങ്ങനെ വന്നാലും എങ്ങനെ ഉണ്ടാവും. ഞാനിങ്ങനെ ഒരു 4 പേര് ഇങ്ങനെ കുറച്ച് നേരം ചിന്തിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ രസമുണ്ടാവും. ആഹാ ഇതാണ് അങ്ങനെ. അതായത് ആ ഒരു നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ച് ചെയ്യുമ്പോഴും കെയർലെസ് ആയിട്ട് ചെയ്യുമ്പോഴും എനിക്ക് കൂടുതൽ വർക്കാവുന്ന കെയർലെസ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. നമുക്ക് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആർക്കും നമ്മളങ്ങനെ ആരോടും അങ്ങനെ ഉത്തരം പറയാൻ. അപ്പൊ അതുകൊണ്ട് സ്വന്തം വർക്ക്സ് അങ്ങനെ ചെയ്തു നോക്കുന്നു. ഇപ്പൊ ചെയ്തോണ്ട് എല്ലാം ഒന്നും അങ്ങനെ എഴുത്ത് എനിക്ക് അങ്ങനെ ഒട്ടും പറ്റുന്ന. ട്യൂണ് വരാറുണ്ടോ? ട്യൂൺ വരും. ട്യൂൺസ് ഇങ്ങനെ ഇപ്പൊ കൂടുതൽ ഇപ്പൊ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഴുത്ത് പറ്റുന്ന പോലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇപ്പൊ പറ്റുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ ഞാൻ ഭയങ്കര എഴുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് പറ്റുന്ന ടൈമല്ല. പക്ഷെ ഇങ്ങനെ തരികിട എഴുത്തൊക്കെ പറ്റുള്ളൂ. അല്ലാതെ പ്രോപ്പറായിട്ട് എഴുതാൻ അങ്ങനെ നോക്കിയിട്ടില്ല. വേറെ എന്തെങ്കിലും ഹിഡൻ ടാലന്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ അതർ ദാൻ സിംഗിങ്? ഇല്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. പെയിന്റ് ചെയ്യും, ട്രാവൽ ചെയ്യും. ട്രാവൽ ഒരുപാട് ട്രാവലിംഗ് ഉണ്ട്. പക്ഷേ ടാലന്റ് അല്ലല്ലോ. ടാലന്റ് അല്ല, ഹോബി. പെയിന്റ് ചെയ്യും, പെയിന്റ് ചെയ്യാറുണ്ട്. വേറെ എന്ത് ഹോബീസ് എന്താ ഉള്ളത്? ട്രാവലിംഗ്, ഫുഡ്. നല്ല ഹോബി. കംഫർട്ട് ഫുഡ് എന്താണ്? ബിരിയാണിയാണ് കംഫർട്ട്. വീട്ടിലെ ഫുഡും എല്ലാം ഉണ്ട്. കുക്കിംഗ് ചെയ്യും, കുക്ക് ചെയ്യും. ഒരു നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അത് അവസ്ഥ കൂടെയാണ്. നല്ല ഫുഡ് വേണമെങ്കിൽ നമ്മളൊരു കുക്കി ഉണ്ടാക്കണം പലപ്പോഴും. എല്ലാ സമയത്തും ഇപ്പോൾ എൻ്റെ അമ്മ അഡ്വക്കേറ്റ് ആണ് ഹൈക്കോർട്ടിൽ. അപ്പോൾ ചെറുപ്പം മുതലേ അമ്മ ജോലി കഴിഞ്ഞ് വരാൻ ടൈം കൊടുക്കും. വീട്ടിലെ പെറ്റാണല്ലോ. അതെ, അതാണ്. പക്ഷെ എന്നാലും വീട്ടിൽ അമ്മ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പൊ വീട്ടിൽ ഈ പറയുന്ന പോലെ ചെറിയ ടൈം മുതലേ ഈ മാഗി ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ? ഞാൻ അത്യാവശ്യം കുറെ ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാക്കും. ബട്ടർ ചിക്കൻ നല്ലതാണ്. ബട്ടർ ചിക്കൻ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത്.
ബട്ടർ ചിക്കൻ എല്ലാം ഭയങ്കര. ബട്ടർ ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടുകാർക്കും ഇഷ്ടമാണ്. അവർക്ക് പക്ഷെ കൊടുക്കാറില്ല. ഞാൻ തന്നെ കഴിക്കും. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കും. പിന്നെ സിനിമകൾ കാണാറുണ്ട്? സിനിമകള് ഞാൻ ഭയങ്കര സിനിമ ലവറാണ്. ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ്? അങ്ങനെയൊന്നുമില്ല. മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ ഫാനാണ്. ഈ പറയുന്ന റഹ്മാൻ മോഹൻലാൽ ഫാനാണ് ഭയങ്കര. എന്താ പറയുക, ആക്ട്രസ് ഒന്നും മഞ്ജു ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ. ഈ സ്റ്റേജ് ഷോസിലൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകൾ എങ്ങനെയായിരിക്കും? ഏത് പാട്ടുകളൊക്കെ ആയിരിക്കും? ഇപ്പൊ കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള ഹിന്ദി ആയതുകൊണ്ട് കൂടുതലും പാടുന്നത് ഹിന്ദി. റിക്വസ്റ്റ് വരുന്ന ഹിന്ദി പാടാനാണ്. പക്ഷെ എല്ലാ ലാംഗ്വേജും പാടും. എവിടൊക്കെ പോയിട്ടുണ്ട്? ഏതൊക്കെ സ്ഥലങ്ങള് കവർ ചെയ്തിട്ടുണ്ട്? ഓൾമോസ്റ്റ് ഇപ്പൊ കുറെ അറൌണ്ട് ഒരു 30 to 35 കൺട്രീസിന് മുകളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ അവിടത്തൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്? എല്ലായിടത്തും എവിടെ പോയാലും അതാണ് മെയിൻ പരിപാടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും പോയ കൺട്രീസിൽ വെച്ചിട്ട് എവിടുത്തെ ഫുഡാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല, എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാം ടേസ്റ്റ്. എനിക്ക് ജാപ്പനീസ് ഫുഡ് ഇഷ്ടമാണ്. പലർക്കും ഇഷ്ടമല്ല. കുറെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡാണ്. എനിക്ക് ജാപ്പനീസ് ഫുഡ് ഇഷ്ടമാണ്. ലാലേട്ടന്റെ ഫേവറേറ്റ് ആണ്. ആണോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ ഒരു ജാപ്പനീസ് കിച്ചൺ തന്നെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജാപ്പനീസ് ഫുഡ് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് റോ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ തായ് ഫുഡ് ഇഷ്ടമാണ്. ഇറ്റാലിയൻ ഒക്കെ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഫേവറേറ്റ്. പിന്നെ നാടൻ ഫുഡ് എന്തായാലും ഇഷ്ടമാണ്. എവിടെ പോയാലും അവിടുത്തെ ഫുഡ് കഴിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എല്ലാത്തിനും വെവ്വേറെ ടേസ്റ്റ് ആണ് കൂടുതലും കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഇറ്റാലിയൻ ഫുഡ് എവിടെയും കിട്ടും. എവിടെ പോയാലും ജാപ്പനീസ് ഫുഡ് എവിടെ നിന്നായാലും കിട്ടും കുറെയൊക്കെ. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കുന്നത് ഇതൊക്കെയാണ് നാടൻ ഫുഡ്. അല്ല, ഫുഡ് എക്സ്പ്ലോറിങ് അത് നല്ലൊരു ഇഷ്ടമുള്ള നല്ല രസമുള്ള പരിപാടിയല്ലേ. നമുക്ക് ഞാൻ റാപ്പിഡ് ഫയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പതുക്കെ പോവാം. അത് നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് കിടക്കാം. സ്റ്റേജിൽ പാടാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന സോങ് ഏതാ? മിത്വ തന്നെ. മിത്വ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന്റെ ഓൾ ടൈം ഫേവറേറ്റ് പാട്ടുകളിലൊന്നാണ്. എനിക്ക് ആ പാട്ട് ഞാൻ എപ്പോഴും പൊതുവെ നമ്മളിപ്പോ ഞാനിങ്ങനെ ബിൻതെരയ അതൊന്നും ഈ ഏജ് നബി ഒന്നും ഞാൻ എപ്പോഴും കേൾക്കാറില്ല. പക്ഷെ മിത്വ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കും. എനിക്ക് കേൾക്കാനും ഇഷ്ടം. ആണോ? ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. രസമുള്ള പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന്റെ പാടാൻ ഒരു ലൈൻ, 2 ലൈൻ. കഹേ ധड़कने तुझसे क्या मितवा खुद से तो ना तू छुपा. താങ്ക് യു. ലൈഫിൽ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള സോങ് ഏതാ? ഞാനങ്ങനെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല. പക്ഷെ എനിക്ക് ഉയരും നീ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. മദേഴ്സ് ഡേക്ക് നമുക്ക് എപ്പോഴും കേൾക്കാവുന്ന ഒരു പാട്ടാണ്. ഞാനങ്ങനെ സ്റ്റേജിലൊന്നും അങ്ങനെ പാടിയിട്ടില്ല. പക്ഷെ ഉയരും നീയെ പിന്നെ അഭി മുജ്മേ കഹി ഭയങ്കര ഇഷ്ടം. അത് 2 വടികളെ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. ഇതിങ്ങനെ പറയേണ്ട ഒരു ലൈൻ മതി. ഉയരും നീ ഉടലും നീ ഉറവും നീ പിന്നെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും വളരെ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന പാട്ട് ഏതാ? അത് ഈ ചിലമ്പൊലിക്കാറ്റ്. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിട്ടി അടിച്ചാട്ടെ മഴ തൊഴി തൊളിച്ചാട്ടെ ഇടിമിന്നേറിഞ്ഞാട്ടെ. അതിന്റെ കൂടെ ഡാൻസ് ഉണ്ടാവില്ല? അതുണ്ടാവും. എനിക്ക് ചെറുപ്പത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതായിരുന്നു. കാരണം അതില് മൂമെന്റ്സ് കുറെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ തന്നെ രസമല്ലേ ആ പാട്ട് തുടങ്ങുമ്പോ. പിന്നെ എന്താ പറയാ, സാഡ് മൂഡിൽ കേൾക്കുന്ന സോങ് ഏതാ? സാഡ് മൂഡ് ഉയരെ കേൾക്കും. ഉയരെ ഉയരെ വന്ന് എന്നോട് കലந்து വിട്. എനർജി കിട്ടുമ്പോ, അല്ല എനർജി കിട്ടാൻ വേണ്ടിട്ടുള്ള പാട്ട്? എനർജി കിട്ടാനായിട്ട് എനിക്ക് ആത്തങ്കരമരമേ എന്നുള്ള ട്രാക്ക് റീസെന്റ് ഭയങ്കര ഇഷ്ടമാണ്. ആത്തങ്കരമരമേ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനർജി ഉള്ള പാട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ എനർജിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് എർത്ത് സോങ് ഉണ്ട് മൈക്കിൾ ജാക്സന്റെ, അത് ഇടയ്ക്ക് കേൾക്കും. ഭയങ്കര എന്റെ ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ട്രാക്കിലൊന്നും. എന്താ പറയാ, എനർജി തന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാ എനർജി തരുന്ന പാട്ടല്ല, കാരണം അത് മറ്റേ മൂഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈ ഫോറസ്റ്റ് കൺസർവേഷൻ അങ്ങനത്തെ ഗ്ലോബൽ വാർമിങ്ങിനെയൊക്കെ പറ്റിയുള്ള പാട്ടാണ്. പക്ഷെ എന്നാലും ആ പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു എനർജി വരും. മൈക്കിൾ ജാക്സൺ. റിയാലിറ്റി ഷോസിന്
ഓർമ്മയിൽ വരുമ്പോ പെട്ടെന്ന് ഓർത്ത് വെക്കണ പാട്ട് ഏതാണ്? ബിൻതരാണ്. ബിൻതേര ഓഫ് കോഴ്സ്. ബിൻതരാണ്. അത് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് വ്യൂസും റീച്ചും എല്ലാം ആളുകൾ ഇപ്പോഴും കറക്റ്റ് അത് പാടണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയാലും പാടാൻ പറയണ പാട്ടാണ്. ഡ്രൈവ് ചെയ്യുമ്പോ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാ? അത് കുറച്ചെണ്ണുണ്ട്. എനിക്ക് കൂടുതൽ എനിക്ക് ബൈക്കാണ് ഇഷ്ടം. അപ്പൊ അതില് ഭയങ്കര റെക്സ് വിജയൻ ഫാനാണ്. റെക്സ് ഏട്ടന്റെ കുറച്ച് പാട്ടുകളുണ്ട്. ഇപ്പൊ ഉയിരിന്നതിയെ അതുണ്ട്. പിന്നെ യൂഹി ചല എന്ന് പറയുന്ന റഹ്മാൻ സാറിന്റെ ട്രാക്ക് യൂഹി ചല ചല റഹി യൂഹി ചല അതൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ജിന്ദഗി നാ മിലേഗി ദോബാര ആൽബം കുറെ കേൾക്കും. അതൊക്കെ ഉണ്ട് പ്ലേലിസ്റ്റിൽ എപ്പോഴും ഉള്ള പാട്ടാണ്. എനിക്കൊരു ട്രാവൽ പ്ലേലിസ്റ്റ്, ഒരു റൈഡിങ് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഈ പാട്ടുകളൊക്കെ ഉണ്ട്. അത് ശരിയാ. ഇപ്പൊ ഒരു സോങ് ഉണ്ടെങ്കിൽ ലൈക്ക് ഐ വിഷ് ഐ ഹാഡ് സങ് ദിസ് സോങ് എന്ന് തോന്നിയിട്ടുള്ള പാട്ട് ഏതാ? അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പാട്ടും ഇഷ്ടമല്ല. ഞാൻ പാടുന്നത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ പാട്ടേ കേൾക്കാറില്ല. അതുകൊണ്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗർ ഷഫ്കത്ത് അമാനത്ത് അലി, ഈ മിത്തുവയൊക്കെ പാടിയിട്ടുള്ള സിംഗർ. മിത്തുവ, ബിൻതര എല്ലാം പുള്ളി പാടിയ പാട്ടാണ്. പുള്ളിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ പുള്ളി പാടിയിരിക്കുന്ന എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടം. അപ്പൊ പക്ഷെ ഞാൻ പാടിയ രസം ഉണ്ടാവില്ല, അതെനിക്കറിയാം. ഞാൻ പാടിയ ആഗ്രഹം എന്ന് പറയാലോ. ആഗ്രഹം ഇപ്പൊ ഹരിമുരളീരവും ഞാൻ പാടി, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പാടിക്കഴിഞ്ഞ ഒരു പാട്ടും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു സിംഗറിന്റെ വോയിസ് ഇഷ്ടമാണ്. ഇനി യുവർ ഓൾ ടൈം ഫേവറേറ്റ് റഹ്മാൻ സാറിന്റെ ഒരു പാട്ട്? അത് പിന്നെ എന്താ പറയാ, അത് നമുക്ക് അങ്ങനെ ഫേവറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതെന്താ പ്രശ്നം അറിയോ, ഒരു ഉത്തരമുള്ള ചോദ്യത്തിനാണ് നമുക്ക് ഒരു ഉത്തരം പറയാൻ. ഒരു 100 ഉത്തരം 500 ഉത്തരമുള്ള എല്ലാ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും. ആൽബം ഉണ്ട് എനിക്ക് ഓരോ ഇഷ്ടമുള്ള കുറച്ച് ആൽബംസ് വേണമെങ്കിൽ പറയാം. പാട്ടുകൾ എനിക്ക് പിന്നെയും പറഞ്ഞാൽ കിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള കുറെ ആൽബംസ് ഉണ്ട്. എനിക്ക് തിരുടാ ആൽബം ഭയങ്കര ഇഷ്ടമാണ്. അലൈപ്പായിയുടെ ആൽബം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിലെ പച്ചനിറമേ ഭയങ്കര ഇഷ്ടമാണ്. ആ ട്രാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൽബംസ് കുറെ ഉണ്ട്. എനിക്ക് റോജ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. യോധ ഭയങ്കര ഇഷ്ടമാണ്. യോധ എനിക്ക് ചെറുപ്പം അതൊക്കെ എനിക്കത് യോധ ഒന്നും കാണുന്ന ടൈമിൽ, ടി വിയിലൊന്നും കാണുന്ന ടൈമിൽ നമുക്ക് AR റഹ്മാൻ ആണിത് ചെയ്തതെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ എന്നാലും യോധ ഭയങ്കര ഇഷ്ടമുള്ള ആൽബമാണ്. പിന്നെ വിണ്ണി താണ്ടി വരുവായ ഭയങ്കര ഇഷ്ടമുള്ള, അങ്ങനെ കുറെ ആൽബംസ് ആണ് എനിക്ക്. റോക്ക് സ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കറക്റ്റ്. പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ രാത്രി ടൈമിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാ? ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ടോ? ഇഷ്ടമാണോ? ഉണ്ട്, എല്ലാം കേൾക്കും. എനിക്കങ്ങനെ രാത്രി പെർട്ടിക്കുലർലി ഗസൽസ് കേൾക്കും. പക്ഷെ ഞാനിങ്ങനെ ഓരോ ദിവസം എനിക്ക് ഒരു ലോട്ട് എടുത്തിട്ട് ഞാനത് ഒരു പെർട്ടിക്കുലർ ജോണേഴ്സ് മാത്രം കേൾക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ലോട്ട് എടുക്കും. ലോട്ട് ഇതിന്നല്ല, മറ്റേ എനിക്കൊരു ഗൂഗിളിലൊരു ടാബ് ഉണ്ട്. അതിൽ പോയിട്ട് ഓരോ ജോണേഴ്സ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പൊ അതിന് ഏതാണോ ഒന്ന് വരുന്നത് അന്നത് മാത്രം. ഒരു റോക്ക് മാത്രമാണെങ്കിൽ അന്ന് റോക്ക് മാത്രം, ഗസൽസ് ആണെങ്കിൽ അത് മാത്രം, കർണാട്ടിക് ആണെങ്കിൽ അത് മാത്രം, അങ്ങനെ കേൾക്കും. ഗസൽസ് കേൾക്കാറുണ്ട്. പക്ഷെ രാത്രി പെർട്ടിക്കുലർലി കേൾക്കുന്ന എനിക്ക് വിദ്യാജിയുടെ പാട്ടുകൾ രാത്രി ബൈക്കിലൊക്കെ പോകുമ്പോ, കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ആരൊരാൾ പുലർമഴയിൽ ഭയങ്കര ഇഷ്ട പാട്ട്. പിന്നെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഒക്കെ, അതൊക്കെ രാത്രി ഭയങ്കര മൂടാ. ആരൊരാള് അല്ലെങ്കിൽ വാക്കിംഗ് ഇതിൽ ഏതാ പാടിപ്പിക്കുന്നത്? ഒരു വരി ഏത് പാടിപ്പിക്കാം? എനിക്ക് വിദ്യാജിയുടെ പാട്ടൊക്കെ നമുക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനും പറ്റും. അത് ഈ പറയുന്ന വിദ്യാജിയുടെ പാട്ട് എനിക്ക് അങ്ങനെ ഫേവറേറ്റ്. പക്ഷെ എനിക്കത് ആരൊരാൾ ഭയങ്കര ഇഷ്ടം. അത് നമുക്കൊരു 1 ലൈൻ കേൾക്കാം. ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി എൻ മനസ്സിൻ ജാലകം തുറകുതര പ്രണയമൊരു തീനാളം വലിയുനീയാവോളം. ഭയങ്കര ഇഷ്ടമുള്ള പാടാൻ പറ്റുന്നില്ല എന്റെ സങ്കടത്തിലായി എനിക്ക്. പക്ഷെ അതില് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പാടി തന്നതിൽ ഭയങ്കര താങ്ക്സ്. പെട്ടെന്ന് റാപ്പിഡ് ഫയർ പെട്ടെന്ന് തീർന്ന പോലെ സന്തോഷായില്ലേ? അതെ റാപ്പിഡ് ഫയർ ഭയങ്കര ഫണ്ടാണ്.
ഓക്കെ. ഈ എല്ലാവർക്കും ഓരോ ഡ്രീം ഉണ്ടാവുമല്ലോ. അവന്റെ ഡ്രീം കൊളാബൊക്കെ എന്താണ്? എല്ലാത്തിനും ഒരു ഉത്തരമായിരിക്കും. റഹ്മാൻ സാറിന് വിട്ടിട്ടുള്ള കളിയില്ല. പക്ഷെ പുള്ളി മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിട്ട് അങ്ങനെ പാടിയിട്ടില്ല. സോ അത് ഏതെങ്കിലും ഒപ്പിച്ചെടുക്കണം എന്നുണ്ട് എപ്പോഴെങ്കിലും. പിന്നെ സിംഗേഴ്സിൽ എനിക്ക് സോനു നിഗം എപ്പോഴെങ്കിലും. സോനു നിഗത്തിനെ കണ്ടിട്ടുണ്ട്. ഓ വെരി ഗുഡ്. പുള്ളി പണ്ട് ഈ പറയുന്ന പോലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ സെയിം അതൊരു ഈ പറയുന്ന പോലെ നോർമൽ ഇങ്ങനെ ക്വസ്റ്റ്യനെയർ പോലെ വന്നപ്പോ ഹൂസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഫ്രം ഇന്ത്യൻ ഐഡൽ ജൂനിയർ, ഈ ലതാജിയുടെ ഇതുപോലെ അങ്ങനെ പുള്ളി അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെയും വേറൊരു പയ്യന്റെയും പേര്. ശ്രേയാ ഘോഷാലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പാടാൻ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടില്ല. കണ്ടിട്ടുണ്ട്. അപ്പം ഡ്രീം കൊളാബ് സോനു നിഗം ആൻഡ് എ റഹ്മാൻ സർ. പിന്നെ സുനിധി ചൗഹാൻ ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ്. വോയിസ് എന്തെങ്കിലും വോയിസ് ഹൈജീൻ എങ്ങനെയാണ് നോക്കണത്? ഞാൻ പറയുമ്പോ ഇത് പ്രശ്നവും ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പല ആൾക്കാർക്കും കോൾഡ് ഇഷ്ടമാണ്, കഴിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ബോഡി വൈസ് അനുസരിച്ചാണല്ലോ. അതായത് ഞാൻ ഇതിനകത്ത് അതായത് പണ്ട് ഇത് ചെയ്യില്ല, ഒന്നും കഴിക്കില്ലായിരുന്നു. ഈ തണുത്ത സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യായിരുന്നു ചെറുപ്പത്തില്. പിന്നെ ഈ ഇന്ത്യൻ ഐഡലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗ്രൂമിങ്ങിൽ നിന്ന് മനസ്സിലായി ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മ, ഇത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഒന്നില്ല. അതിപ്പോൾ സിംപ്ലി ഇപ്പം എൻ്റെ ഗ്രൂമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറയാം. അതായത് ഇപ്പോൾ എന്നോട് പറഞ്ഞ എക്സാമ്പിൾ ഇങ്ങനെയാണ്. എൻ്റെ വീട് കേരളത്തിലാണ്, അവിടെ മഴയില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മഴയുണ്ട്. അപ്പോൾ അവിടെ മഴക്കാലത്തൊക്കെ നീ പുറത്തിറങ്ങിയിട്ട് മഴയൊക്കെ കൊള്ളൂ? ഞാൻ പറഞ്ഞു ആ മഴ കൊള്ളും, ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നിനക്ക് പനി പിടിക്കാറുണ്ടോ? പറഞ്ഞില്ല, പനി പിടിക്കില്ല. എന്താ, നീ മഴയായിട്ട് യൂസ്ഡായി, അതുകൊണ്ടല്ലേ. ഇതിന് പകരം മുംബൈയിൽ ജീവിക്കുന്ന ഒരാളോ പോട്ടെ, മുംബൈയിലല്ല മഴയില്ലാത്തൊരു സ്ഥലം, രാജസ്ഥാനിൽ നിന്നുള്ള ഒരാളോ അല്ലെങ്കിൽ ദുബായിൽ നിന്നുള്ള ഒരാളോ വന്നിട്ട് ഒരു ദിവസം മഴ കൊണ്ടാൽ പനി പിടിക്കില്ലേ? അതെന്താ, അവരാ കണ്ടീഷനായിട്ട് അവരുടെ ബോഡി ഇമ്മ്യൂൺ അല്ല. സെയിം ലോജിക്കാണ് വോക്കൽ കോഡിൻ്റെ കാര്യത്തിൽ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഞാനത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സത്യമാണ്. അതുകൊണ്ട് ഇപ്പം എല്ലാം കഴിക്കും. മീൻസ് ഇപ്പം എല്ലാം തണുപ്പും എല്ലാം കഴിക്കും. തണുത്തതും ചൂടുള്ള സാധനം, അതായത് ജെനുവിൻലി അത് ചില ആളുകൾക്ക് എഫക്റ്റ് ചെയ്യും. ജെനുവിൻലി ഉണ്ട് അത്. പക്ഷെ അത് എല്ലാവർക്കും ഇല്ല. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ഒരാൾ പാട്ട് പാടും എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾ വരെ വന്നിട്ട് ഇനി തണുത്തത് കഴിക്കരുത്, ഇനി ചൂടുള്ളത് മാത്രം കുടിക്കുക, ചൂടുവെള്ളം മാത്രം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ആളുകൾ പറഞ്ഞു തുടങ്ങും. അപ്പം അങ്ങനെ ഒന്ന് ജനുവലി എനിക്ക് അങ്ങനെയില്ല. എനിക്ക് തണുത്തത് കഴിച്ചാൽ, എനിക്ക് സിട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇറിറ്റേഷൻ വരും. അതുണ്ട്. അപ്പൊ ഞാൻ അത് പാടുന്ന ടൈമിൽ അവോയ്ഡ് ചെയ്യും, പാടുന്ന ദിവസം മാത്രം അവോയ്ഡ് ചെയ്യും. കഴിക്കും. അതിനിപ്പെന്താ, എല്ലാം കഴിക്കുക. അതായത് ഐസ്ക്രീം കഴിച്ചിട്ടല്ലേ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞുള്ളൂ. അതായത് ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് മുന്തിരി കഴിച്ച ഗ്രേപ്സ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾഡ് വരും. കഴിഞ്ഞ ദിവസം കഴിച്ചതുകൊണ്ട് കോൾഡ്. സീരിയസ്ലി എനിക്ക് അതെന്താണെന്നറിയില്ല, ഗ്രേപ്സ് കഴിച്ചാൽ കോൾഡ് വരും. അപ്പൊ അത് ഒഴിവാക്കുക പറ്റുകയാണെങ്കിൽ. ഇപ്പൊ എനിക്ക് കുറെ നാള് കഴിഞ്ഞിട്ട് ഗ്രേപ്സ് കഴിക്കണം ഇഷ്ടമാണ്. അപ്പൊ ഗ്രേപ്സ് കഴിച്ചു കഴിഞ്ഞാൽ കോൾഡ് വരും എന്നറിയാം. പക്ഷെ വലിയ കുഴപ്പങ്ങളില്ല. ഇപ്പൊ ഷോസ് അങ്ങനെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നോണ്ട് കൊതി തോന്നി കഴിച്ചു, ഇപ്പൊ കോൾഡ് വന്നു. അതുപോലെ ഫാസ്റ്റിംഗ് ഇടയ്ക്ക് ചെയ്യാറുണ്ടോ? ഫാസ്റ്റിംഗ് ചെയ്യാറ്, റമദാൻ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. ഓ വെരി ഗുഡ്. അത് എത്ര വർഷമായി? അതിപ്പോ റീസൺ തുടങ്ങിയതാണോ അതോ? അല്ല, ഇപ്പൊ 10 വർഷമായി. 10 വർഷമായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതെന്തെങ്കിലും അതേ പറഞ്ഞ പോലെ മൈൻഡിന് എന്തെങ്കിലും? ആദ്യം തുടങ്ങിയത് ഈ പറയുന്ന പോലെ ഒരു 8th സ്റ്റാൻഡേർഡ് മുതലാണ് തുടങ്ങിയത്. അപ്പോൾ 8th പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ക്ലാസ്സിൽ കുറച്ച് പേര് ഫുഡ് കഴിക്കാതിരിക്കുന്നു, കുറച്ച് പേര് കഴിക്കുന്നു. അപ്പോൾ ഇത് കഴിക്കാതിരുന്നാൽ എന്തായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു കൗതുകം തുടങ്ങി. പക്ഷെ കഴിക്കാതിരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് തോന്നി. ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുന്നതല്ലേ, എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന, എപ്പോഴും ഫുഡ് കഴിക്കാൻ പറ്റുന്ന പ്രിവിലേജ് അല്ലേ. അപ്പം അതില്ലാത്തൊരു ടൈം പ്രത്യേകിച്ച്. പിന്നെ ഈ കമ്പോസിങ് അല്ലെങ്കിൽ മ്യൂസിക്കലി ഒക്കെ ഇരുന്ന് തുടങ്ങിയപ്പോൾ അതിന് അതിൻ്റെതായ സ്പിരിച്വൽ ഡിഫറൻസസ് ഉണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഷാർപ്പാവും, മൈൻഡ് കുറച്ചുകൂടെ ഷാർപ്പാവും. ഇപ്പോൾ അതൊക്കെ ഈ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അതൊക്കെ അതുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത്
ഇപ്പൊ 10 വർഷമായി എന്നപ്പോ എനിക്ക് തോന്നുന്നു അത് എന്താ പറയാ ഇപ്പൊ നോർമലായിട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ ശീലായി. ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കുടിക്കാൻ തോന്നും കുറച്ച് കഴിയുമ്പോ, വിശപ്പ് അങ്ങനെ തോന്നാറില്ല. ഇല്ല അല്ലേ? ബോഡിക്കും ഹെൽത്തിനും ഭയങ്കര നല്ലൊരു മാറ്റങ്ങളും അല്ലേ, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫാമിലിയെ കുറിച്ച് നമുക്ക് ഇനി കേൾക്കാം. ഉറപ്പായിട്ടും. വീട്ടിൽ അച്ഛനമ്മ, എനിക്ക് നേരത്തെ പറഞ്ഞ മൂത്ത ചേട്ടനാണ്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. ചേട്ടൻ്റെ വൈഫ് ചേച്ചിയുണ്ട്. 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ. അവർക്ക് ഇതാണ് കുടുംബം. അച്ഛൻ്റെ പേര് ഗിരീഷ് കുമാർ. അച്ഛൻ കാനറ ബാങ്കിലായിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ മിനി വിമേനോൻ, അമ്മ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. ചേട്ടൻ്റെ പേര് കൃഷ്ണനുണ്ണി. ചേട്ടൻ MBA കഴിഞ്ഞു, ജോലിയാണ്. ചേച്ചിയുടെ പേര് അർച്ചന, മൈക്രോബയോളജി കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ തന്നെ. ചേട്ടൻ എപ്പോഴും പാട്ട് ഉണ്ട്. പക്ഷെ ചേട്ടൻ ഭയങ്കര എക്സ്ട്രീംലി ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പാടില്ലേ? പബ്ലിക്കലി അങ്ങനെ പാടാറില്ല. അത് ഒരു പ്രൊഫഷൻ ആക്കി എടുത്തില്ല. ഇത് മോനൊരു പ്രൊഫഷൻ ആക്കിയിട്ടാണ് ഇതിപ്പോ മുന്നോട്ട് പോണത്. ഉറപ്പായിട്ടും ഇതന്നെ അറിയൂ, വേറെ ഒന്നും അറിയില്ല. ഇപ്പം ഇന്ത്യൻ ഐഡിൽ ആ ഒരു ഫെയിം ഉണ്ടല്ലോ, അത് ഒരുപാട് നേട്ടങ്ങളായിരിക്കുമല്ലോ അല്ലേ കൊണ്ടു തന്ന, ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളും. എന്നിട്ടും സ്റ്റിൽ ഇങ്ങനെ ഗ്രൗണ്ടഡ് ആയി നിൽക്കാനുള്ളൊരു റീസൺ എനിക്ക് തോന്നുന്നു വീട്ടിലെ അച്ഛനും അമ്മയും ക്രെഡിറ്റ് ഗോസ് ടു യുവർ ഫാദർ ആൻഡ് മദർ എന്ന് പറയാം. അല്ല, നേരത്തെ ഇപ്പോൾ കണ്ടവരൊക്കെ കണ്ടു, എല്ലാവരും പരിചയപ്പെടാനുള്ള ചാൻസും കിട്ടിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. നമ്മളത് എപ്പോഴും അങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാന്ന് പറയുന്നത്. പിന്നെ ഇവരെയൊക്കെ കണ്ട് ഇവര് നമ്മളോട് പെരുമാറുമ്പോ ഇവർക്കൊന്നും ഇല്ലാത്ത എന്താ നമുക്കുള്ളത് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. വെരി ബിഗ് പോയിന്റ്. അവരൊക്കെ നമ്മളോട് ഇത്രയും ഇതായിട്ട്, ഇത്രയും വലിയ സ്റ്റാർസ്, ഇത്രയും വലിയ ലെജൻസ് ഒക്കെ നമ്മളോട് ഇത്രയും കൂളായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അവരോട് ആറ്റിറ്റ്യൂഡ് ഇടുന്നത് ശരിക്കും മണ്ടത്തരല്ലേ? അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഒരു 1 hour പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഞാൻ പാട്ടുകൾ കുറച്ച് കുറഞ്ഞു പോയെങ്കിലും അത്യാവശ്യം എനിക്ക് പാടിത്തന്നു, അതിന് വലിയ താങ്ക്സ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. എല്ലാ അപ്കമ്മിങ് പ്രൊജക്ട്സിനും, ഇനി കമ്പോസിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ സിംഗിങ് വൈസ് ആണെങ്കിലും, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് റഹ്മാൻ സാറിൻ്റെ കൂടെ കൊളാബ്, എല്ലാം നടക്കട്ടെ. അമിതാഭ് വേഗം അടുത്ത് തന്നെ കാണട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. യെസ്.